കൈവശമുള്ള വ്യാജകേശത്തിന്റെ ന്യായീകരണത്തിന് വേണ്ടിയായിരുന്നു. പ്രസ്തുത വ്യാജകേശത്തിന്റെ സ്രോതസ്സിലുള്ള നീളമുള്ള കേശങ്ങളെ ന്യായീകരിക്കാൻ പ്രവാചക തിരുമേനി 6 വർഷമായി മുടി വെട്ടിയിരുന്നില്ല എന്ന് വാദിക്കുന്നു. തിരുമേനിയുടെ ജീവിതശീലത്തെ ദുർവ്യാഖ്യാനിച്ചത് ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രവാചക നിന്ദയായി ഞങ്ങൾ കാണുന്നു. കുറ്റപത്രം 3. പ്രവാചക കുടുംബത്തെ അപമാനിക്കുന്നതിൽ കാന്തപുരത്തിന്റെ രീതി അക്ഷന്തവ്യമായ അപരാധമാണ്. നബി തിരുമേനിയുടെ കുടുംബത്തിന് മുസ്ലിം സമൂഹം നൽകുന്ന സ്നേഹാദരം വലുതാണ്. അത് വിശ്വാസത്തിന്റെ ഭാഗവുമാണ്. കാന്തപുരം തന്റെ കൈവശമുള്ള വ്യാജകേശത്തിന്റെ ന്യായീകരണത്തിന് വേണ്ടി പ്രശസ്ത പ്രവാചക കുടുംബമായ ബർക്കാത്തി പരമ്പരയിലാണ് മുംബൈയിലെ സാധാരണക്കാരനായ ജാലിയവാലയെ ഉൾപ്പെടുത്തിയത്. പ്രവാചക കുടുംബത്തിലുള്ളവരെ അല്ലെന്ന് സ്വയം സമ്മതിച്ച ജാലിയവാലയെ തന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവാചക കുടുംബ പരമ്പരയിൽ ഉൾപ്പെടുത്തി തിരുകുടുംബത്തെ സമൂലമായി അപമാനിച്ചു. കുറ്റപത്രം 4. സത്യവിശ്വാസിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശ്രേഷ്ഠനായി മറ്റൊരാളെ കാണാനാവില്ല. തങ്ങളുടെ സർവസ്വവും പുണ്യനബി തങ്ങളിലാണെന്ന് മുസ്ലിമുകളുടെ വിശ്വാസം. സത്യവിശ്വാസിക്ക് സ്വശരീരത്തേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. പുണ്യനബിയെ സന്ദർശിക്കുന്നതിനേക്കാൾ യോഗ്യമായത് കാന്തപുരത്തെ സന്ദർശിക്കലാണെന്ന് ആ വിഭാഗം വാദിക്കുന്നു. ഇതുവരെ നിഷേധിക്കപ്പെടാതെയുള്ള ഇത്തരം വാദം ഇസ്ലാമിക മൗലിക പ്രമാണങ്ങളെ നിഷേധിക്കുന്ന വിധത്തിലുള്ള ഹീന പ്രവൃത്തിയാണ്. സ്വയം പ്രശംസിക്കപ്പെടാനും പൊങ്ങച്ചം വ്യക്തിത്വം സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന കാന്തപുരം സ്ഥാപിത ഇസ്ലാമിക പ്രമാണങ്ങളെയാണ് ചവിട്ടി മതിക്കുന്നത്. 5. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ആധികാരികത സ്ഥാപിക്കാനാവുന്നതിൽ സുപ്രധാനമായ ഘടകമാണ് കൈമാറ്റ പരമ്പര അഥവാ സനദ്. പരമ്പര വേണമെന്ന് പറഞ്ഞ് കാന്തപുരം തന്നെയാണ് വളരെ പവിത്രതയോടെ കാണുന്ന കൈമാറ്റ പരമ്പര തട്ടിപ്പറിച്ചുണ്ടാക്കാൻ അദ്ദേഹം തയ്യാറായി. ഇസ്ലാമിക പ്രമാണങ്ങളെ പൊന്നുവില കൽപ്പിച്ച് അവയെ കൃത്യമായി നിയമിക്കാനുള്ള ഹീന നീക്കം മുസ്ലിം സംസ്കൃതിയോടുള്ള വെല്ലുവിളിയാണ്. പ്രവാചകന്റെ പേരിൽ കൃത്യമായ പരമ്പര സൃഷ്ടിക്കുന്നതിലൂടെ പുണ്യനബി അനാദരിക്കപ്പെടുകയാണ് ചെയ്തത്. കുറ്റപത്രം 6. പ്രവാചകന്റെ തിരുശരീരം ഏറെ ബഹുമാനാദരവുകളുടെയാണ് മുസ്ലിമീങ്ങൾ വിശേഷിപ്പിക്കുക. മലയാള പദങ്ങളിൽ പോലും പ്രയോഗരീതിയിൽ കൂടുതൽ ബഹുമാനം ഉദ്ദീപിക്കുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങളാണ് മുസ്ലിമുകൾ നടത്തുക. കാന്തപുരം പുണ്യനബിയുടെ തിരുശരീരത്തെ ജഡമെന്ന് വിശേഷിപ്പിക്കാൻ ധാർഷ്ട്യം കാണിച്ചത് ഒരിക്കലും പൊറുക്കാനാവില്ല. കുറ്റപത്രം 7. എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് ചമച്ച് ഉണ്ടാക്കുന്നവർ നരകത്തിൽ ഇരിപ്പിടം തയ്യാറാക്കട്ടെ എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം. പ്രവാചക വചനങ്ങളുടെ പരമ്പരകൾ സൂക്ഷ്മം പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് മുൻഗാമികളായ ഹദീസ് പണ്ഡിതന്മാർ സ്വീകരിച്ചത്. നേരിയ സംശയങ്ങൾക്ക് പോലും ഇടം കൊടുക്കാതെയാണ് പ്രവാചക വിജ്ഞാനങ്ങൾ കൈകാര്യം ചെയ്തത്. എന്നാൽ കാന്തപുരം യാതൊരു പ്രമാണങ്ങളുമില്ലാതെ വ്യാജകേശം കൊണ്ടുവന്ന് സമുദായത്തെ വഞ്ചിച്ചു. ആദ്യം പ്രമാണങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ച് സമ്മേളനം നടത്തി. പിന്നീട് അതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ പ്രമാണത്തെ തന്നെ തള്ളിപ്പറയുകയും ചെയ്തു. സഹിക്കാനാവാത്ത തെറ്റാണ് പ്രവാചകന്റെ പേരിൽ ഇദ്ദേഹം നടത്തിയത്. മുടിപ്പള്ളിയുടെ പിന്നിൽ സാമ്പത്തിക അജണ്ട ലക്ഷ്യം വെച്ച് കാന്തപുരം നടത്തുന്ന ഹീന രീതിയാണ് വ്യാജകേശം. 8. ആത്മീയതയുടെ മറവിൽ ഇവർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ സുവിദിതമാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഓഹരികൾ പിരിച്ചെടുത്ത് വൻ സാമ്പത്തിക തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഒട്ടേറെ സംഭവങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. 8. കേരള മുസ്ലിം സമൂഹം സമുദായ സൗഹാർദ്ദത്തിന്റെ വഴി കണ്ടവരാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാരും സയ്യിദമാരും സൗഹൃദത്തിന്റെ സന്ദേശമാണ് നമുക്ക് പകർന്നു തന്നത്. ഈ ബഹുസ്വര സമൂഹ ജീവിത പരിസരത്തിൽ നേതാക്കൾ കാണിച്ച മഹിത പാരമ്പര്യം ചരിത്ര വസ്തുതയാണ്. എന്നാൽ ജമിയത്തുൽ ഇഹ്സാനിയയുടെയും സുന്നി ടൈഗർ ഫോഴ്സിന്റെയും പ്രചോദിത കേന്ദ്രം കാന്തപുരമാണെന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. കേരളത്തിൽ ആദ്യത്തെ തീവ്രവാദം ഉണ്ടാക്കിയതും ഇദ്ദേഹം തന്നെയാണ്.
നിരവധി കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ കേസുകൾ പ്രതി ചേർക്കപ്പെട്ടവരിൽ ശിക്ഷിക്കപ്പെട്ടത് ജയിലിൽ കഴിയുന്നവരും ഈ ഗ്രൂപ്പിന്റെ നേതാക്കളും പ്രവർത്തകരുമാണ്. ചെയ്ത തെറ്റുകൾ സമൂഹമധ്യ പശ്ചാത്തലപ്പിക്കാതെ മാനവികതയുടെ മുഖംമൂടി അണിഞ്ഞ് പ്രബുദ്ധരായ കേരളീയ സമൂഹം മനസ്സിലാക്കുകയും മാനവികതയുടെ മുഖംമൂടി അണിയുന്ന കാന്തപുരത്തിന്റെ യഥാർത്ഥ മുഖം കേരള സമൂഹം തിരിച്ചറിയുകയും ചെയ്യും. 10 മഹാരഥന്മാരായ ഗുരുശ്രേഷ്ഠരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ കേരള മുസ്ലിം പരിസരത്തിൽ അനൈക്യത്തിന്റെ വിത്തുപാകിയത് കാന്തപുരമാണ്. നിരവധി പള്ളികളും മദ്രസകളും ഓഹരി വെച്ച് നമ്മുടെ മാനസികങ്ങളിൽ വിത്ത് ചേർത്തവർ സാമുദായിക ചിത്രതയുടെ വാഹകരായിരുന്നു. ഐക്യത്തിലെ പുതിയ അപ്പോസ്തല വേഷം കെട്ടിയാടുന്ന ഇദ്ദേഹം ഒരു ജനതയുടെ ചരിത്രത്തെയാണ് പരിഹസിക്കുന്നത്. കുറ്റപത്രത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത്. വിശദവിവരം കാന്തപുരത്തിനെതിരെയുള്ള കുറ്റപത്രം എന്ന പുസ്തകം അന്വേഷിക്കുക.